താര സ്പെഷ്യൽസ് എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1968. മാന്ത്രിക പൂച്ച എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1968. നേരും നുണയും എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1969. ഓർമ്മയുടെ അറകൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1973. ആനപ്പൂട എന്ന ചെറുകഥകൾ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1975. MP പോൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1991. ചെങ്കടി മുങ്കൻ എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1991. ചെവിയോർക്കുക അന്തിമ കാഹളം എന്ന പ്രഭാഷണം പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1992. യാ ഇലാഹി എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1997. ബഷീറിന് സംസ്കാര ദീപം അവാർഡ് ലഭിച്ച വർഷം? ഉത്തരം 1987. ബഷീറിന്റെ മകൾ ഷാഹിനയ്ക്ക് കളിക്കാൻ കിട്ടിയ പൂച്ചക്കുട്ടിയാണ് കൈസുക്കുട്ടി. ഈ പൂച്ചക്കുട്ടിയെ മുഖ്യ കഥാപാത്രമാക്കി ബഷീർ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ പൂച്ചയെ കാണാൻ ധാരാളം പേർ ബഷീറിന്റെ വസതിയിലെത്തി. ഏതാണ് ആ കൃതി? ഉത്തരം മാന്ത്രിക പൂച്ച. ബഷീർ മലയാളത്തിലെ സർഗവിസ്മയം, ഒരു ഇന്ത്യൻ ഭാഷയിൽ ഒരു വിദേശി, ഒരു ഇന്ത്യൻ എഴുത്തുകാരനെ കുറിച്ച് രചിച്ച ആദ്യത്തെ പുസ്തകമാണ് ഇത്. ആരാണ് ഈ പുസ്തകത്തിന്റെ രചയിതാവ്? ഉത്തരം റൊണാൾഡ് ഇ ആഷർ. ഈ മനുഷ്യൻ എനിക്ക് ആരാണ്? എൻ്റെ സാഹിത്യ ജീവിതത്തിൽ എനിക്ക് അദ്ദേഹം ഒരു താങ്ങും തണലുമായിട്ടില്ല. ബഷീറിയൻ സാഹിത്യത്തിന്റെ ചുവട് പിടിച്ച് ഒന്നും ഞാൻ എഴുതാൻ ശ്രമിച്ചിട്ടുമില്ല. എന്നിട്ടും ഈ മനുഷ്യൻ എൻ്റെ ഹൃദയത്തിൽ കലാപുരുഷനെ പോലെ വളർന്നു നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം MT വാസുദേവൻ നായർ. ഇനി അങ്ങോട്ട് ഒരു 2000 വർഷത്തേക്ക് അപ്രതീക്ഷിതമായ സന്ദർഭങ്ങളിൽ മനുഷ്യ സമുദായത്തിന് അനുഭവപ്പെടാൻ പോകുന്ന അതുല്യമായ സൗരഭ്യം, അതോ കേൾക്കാൻ പോകുന്ന അമൂല്യമായ ഒരു ഗാനമോ? ആരെക്കുറിച്ചാണ് ബഷീർ ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം മഹാത്മാഗാന്ധി. ഒരിടത്തൊരു സുൽത്താൻ. ബഷീറിനെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്ന ബാലസാഹിത്യ കൃതിയാണിത്. ഇത് എഴുതിയ പ്രശസ്ത ബാലസാഹിത്യകാരൻ ആരാണ്? ഉത്തരം കിളിരൂർ രാധാകൃഷ്ണൻ. ഞാൻ തനിച്ച് പറമ്പിലെ മരത്തണലിൽ ആണ്. ഈ മരം ഞാൻ നട്ടുനനച്ച് പിടിപ്പിച്ചതാണ്. ഇതിന്റെ ഇലകളും കൊമ്പുകളും കാരുണ്യത്തോടെ എനിക്ക് തണൽ നൽകുന്നു. ഇതെനിക്ക് മധുരമുള്ള പഴങ്ങളും തരും. ഏത് മരത്തെക്കുറിച്ചാണ് ബഷീർ അങ്ങനെ പറയുന്നത്? ഉത്തരം മാംഗോസ്റ്റീൻ. പ്രേമലേഖനത്തിലെ കേശവൻ നായരും സാറാമ്മയും തങ്ങൾക്കുണ്ടായിരുന്ന കുഞ്ഞിനെ പേരിടാൻ നിശ്ചയിക്കുന്നു. ഡങ്ക ഡിങ്ക ഹോ, ചെപ്ലസ്കി, ചെമ്മീൻ കണ്ണൻ, കുട്ടപ്പൻ ഈ പേരുകൾ എഴുതി നെറുക്കിട്ടു. നെറുക്കിൽ അവർക്ക് കിട്ടിയ പേരുകൾ ചേർത്ത് അവർ ഒരു സ്റ്റൈലൻ പേരുമിട്ടു. കേശവൻ നായർക്ക് കിട്ടിയ നറുക്കിൽ എഴുതിയ പേര് എന്തായിരുന്നു? ഉത്തരം മിഠായി. ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ നിറച്ചിരുന്നു. ഇങ്ങനെ പറഞ്ഞ നിരൂപകൻ ആരാണ്? ഉത്തരം MN വിജയൻ. ഏതു സ്വാതന്ത്ര്യ സമര സേനാനിയെ തൂക്കിക്കൊന്നതിനാണ് കോഴിക്കോട് ജയിലിൽ ബഷീർ 3 ദിവസം നിരാഹാര സത്യാഗ്രഹം ഇരുന്നത്? ഉത്തരം ഭഗത് സിംഗ്. നർമ്മബോധത്തിന്റെ ആശാനായിരുന്നു ബഷീർ. കൈനോട്ടം ഒക്കെ അയാളുടെ വിദ്യകൾ ആയിരുന്നു. ഒരിക്കൽ കൈ നിവർത്തി ഞാൻ ചോദിച്ചു, ഇതേത് രേഖ? ബഷീർ പറഞ്ഞു, കൈയുടെ നടുവിലുള്ള രേഖയാണോ? അത് കൈ മടക്കാനുള്ള രേഖയാണ്. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം പൊൻകുന്നം വർക്കി. ജീവിതത്തിൽ സാഹിത്യം മാത്രമല്ല ഞങ്ങൾ ചർച്ച ചെയ്തത്, ലോക കാര്യങ്ങൾ വരെ പറയുമായിരുന്നു. വ്യക്തിപരമായ അടുപ്പം എന്നല്ല പറയേണ്ടത്, അതിനപ്പുറത്തുള്ള ബന്ധമാണ് ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത്.
ബഷീറിനെ കുറിച്ച് പറഞ്ഞ ഈ വാക്കുകൾ ആരുടേതാണ്? ഉത്തരം തകഴി ശിവശങ്കരപിള്ള. നോബൽ സമ്മാനം നേടിയ മഹഫൂസ്, ടോണി മോറിസൺ ഇവരെക്കാൾ എത്രയോ മടങ്ങ് മഹത്വമുള്ള കലാകാരനാണ് ബഷീർ. കൊച്ചു കേരളത്തിൽ ജനിച്ചു പോയതുകൊണ്ട് അദ്ദേഹം സ്വീഡിഷ് അക്കാദമിയിൽ എത്തിയില്ല എന്നേയുള്ളൂ. ബഷീറിനെ കുറിച്ചുള്ള ഈ വാക്കുകൾ ആരുടേതാണ്? ഉത്തരം എം കൃഷ്ണൻ നായർ. കാലങ്ങളിൽ ഒരിക്കൽ സംഭവിക്കുന്ന മഹാ അത്ഭുതമാണ് ബഷീർ. അദ്ദേഹത്തിന്റെ രചനാരീതി മാജിക്കൽ ആണ്. ചെറിയ വാക്കുകൾ ആയാലും വലിയ ഭാവങ്ങൾ ഉണ്ടാവും. അത് ജനങ്ങളിലേക്ക് സമ്പാദിക്കുകയും ചെയ്യുന്ന മാജിക്. ആരുടെ വാക്കുകളാണ് ഇത്? ഉത്തരം ഒ വി വിജയൻ. നർമ്മബോധം ഒരിക്കലും ബഷീറിൽ പുളിച്ച ഫലിതം ആയിട്ടില്ല. ഒരു ഭാവം പ്രകാശനം ചെയ്യുമ്പോൾ അതിനപ്പുറത്തുള്ള ഒരു തലത്തിൽ ഈ കാര്യം പറയാൻ കഴിയില്ല എന്നും നമ്മൾ അറിയുന്നു. ആരുടെ വാക്കുകളാണ് ഇത്? ഉത്തരം എൻ പി മുഹമ്മദ്. ജീവിതത്തിൽ ഓടകളിലും മേടുകളും സഞ്ചരിച്ച ബഷീർ എന്നും വെറും മനുഷ്യനായി നടന്നിട്ടുള്ളൂ. അധികൃതമായും അനധികൃതമായും ആരെങ്കിലും വെച്ചുകെട്ടിയ അലങ്കാരങ്ങളും മേൽ അംഗങ്ങളും അദ്ദേഹത്തിന്റെ തനിമയെ ബാധിച്ചിട്ടില്ല. ആരുടെ വാക്കുകളാണ് ഇത്? ഉത്തരം എം ടി വാസുദേവൻ നായർ. വെളിച്ചത്തിനെന്ത് വെളിച്ചം? ബഷീറിന്റെ വിഖ്യാതമായ ഒരു പ്രയോഗമാണ് ഇത്. ബഷീറിന് മാത്രം എഴുതാൻ കഴിയുന്ന ഒരു വാക്യം. ഏത് കൃതിയിലെ വാചകം ആണ് ഇത്? ആരാണ് ഇത് പറയുന്നത്? ഉത്തരം എൻ്റെ ഉപ്പാപ്പയ്ക്കൊരു ആനയുണ്ടായിരുന്നു എന്ന കൃതിയിലെ നായകനായ നിസാർ അഹമ്മദിന്റെ ബാപ്പയും കോളേജ് പ്രൊഫസറുമായ സൈനുദ്ദീൻ ആണ് ഈ പ്രയോഗം പറയുന്നത്. ബഷീറിന്റെ വിഖ്യാതമായ 3 കൃതികൾ നോവൽ ത്രയം എന്ന് അറിയപ്പെടുന്നു. ഏതൊക്കെയാണ് ആ കൃതികൾ? ഉത്തരം പാത്തുമ്മയുടെ ആട്, എൻ്റെ ഉപ്പാപ്പയ്ക്കൊരു ആനയുണ്ടായിരുന്നു, ബാല്യകാല സഖി. കൊച്ചു നീലാണ്ടൻ, പാറുക്കുട്ടി എന്നീ കഥാപാത്രങ്ങൾ ബഷീറിന്റെ ഏത് കൃതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ഉത്തരം ആനവാരിയും പൊൻകുരിശും. ആനവാരിയും പൊൻകുരിശും എന്ന നോവലിലെ കൊച്ചു നീലാണ്ടനും പാറുക്കുട്ടിയും ഏത് തരം ജീവിയാണ്? ഉത്തരം ആന. ബാല്യകാല സഖി ഒരു നോവലിന്റെ തനിപ്പകർപ്പാണ് എന്ന് പ്രസിദ്ധ നിരൂപകനായിരുന്ന പ്രൊഫസർ എം കൃഷ്ണൻ നായർ ആരോപണം ഉന്നയിക്കുകയുണ്ടായി. ഇത് സാഹിത്യ ലോകത്ത് വലിയ ഒച്ചപ്പാടുണ്ടാക്കി. പക്ഷേ ബഷീർ അല്പം പോലും കോപ്പിയടിച്ചുവെന്ന് പ്രകോപിതനാകാതെ കോപ്പിയടിച്ചു എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് നോവൽ തർജ്ജമ ചെയ്തു രണ്ടും കൂടി ഒറ്റ പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഏതാണ് ആ നോവൽ? നട്ടു ഹാംസണിന്റെ വിക്ടോറിയ എന്ന നോവൽ. അക്ഷരാഭ്യാസമില്ലാത്ത, ബുദ്ധിശാലി അല്ലാത്ത ഒരു കുശിനി പണിക്കാരൻ പൊടുന്നനെ ദൈവമായി മാറുന്ന അത്ഭുത കാഴ്ച വർണ്ണിക്കുന്ന ബഷീറിന്റെ കൃതി ഏതാണ്? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീറിന്റെ ചിത്രം പതിച്ച 5 രൂപ സ്റ്റാമ്പും 2 രൂപയുടെ പ്രഥമ ദിന കവറും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് എപ്പോഴാണ്? ഉത്തരം 2009 ജനുവരി 1. എൻ്റെ ഉപ്പാപ്പയ്ക്കൊരു ആനയുണ്ടായിരുന്നു എന്ന നോവലിലെ യുവനായിക കഥാപാത്രത്തിന്റെ പേര് എന്താണ്? ഉത്തരം കുഞ്ഞു പാത്തുമ്മ. ബഷീർ ചുരുക്കി പറയുന്നതിൽ മാത്രം വിശ്വസിക്കുന്നു. ആറ്റക്കുറുക്കി പണിക്കുറവ് തീർത്ത്. ഇങ്ങനെ ബഷീറിനെ കുറിച്ച് അഭിപ്രായപ്പെട്ട പ്രശസ്ത മലയാള സാഹിത്യകാരൻ ആരാണ്? ഉത്തരം ടി പത്മനാഭൻ. എൻ്റെ ഉപ്പാപ്പയ്ക്കൊരു ആനയുണ്ടായിരുന്നു എന്ന നോവലിൽ ബഷീർ അവതരിപ്പിക്കുന്ന ചിന്താഗതിക്കാരനായ യുവാവ് ആരാണ്? ഉത്തരം അഹമ്മദ് നിസാർ. ബഷീറിന്റെ പ്രേമലേഖനം എന്ന നോവലിലെ നായിക നായകന്മാർ ആരൊക്കെയാണ്? ഉത്തരം സാറാമ്മയും കേശവൻ നായരും. പോക്കറ്റ് അടിച്ച പേഴ്സ് തിരിച്ചു കിട്ടാനുള്ള മഹാമനസ്കത കാട്ടിയ ആ മനുഷ്യന്റെ പേര് ദൈവം എന്നായിരുന്നു. ബഷീർ ഇപ്രകാരം ആലോചിക്കുന്ന പോക്കറ്റ് അടിക്കാരന്റെ കഥ പറയുന്ന ആ കൃതി ഏതാണ്? ഉത്തരം ഒരു മനുഷ്യൻ. ബഷീറിന്റെ മരണശേഷം മകൾ ഷാഹിനെയും
മകൻ അനീസും ചേർന്ന് അദ്ദേഹത്തിന്റെ ഈടുവയ്പ്പുകൾ പരിശോധിച്ചപ്പോൾ നിരവധി വിലപ്പെട്ട മാനുസ്ക്രിപ്റ്റുകൾ കണ്ടുകിട്ടി. അതിൽ ഏറ്റവും പ്രധാനം ഒരു കവിതയായിരുന്നു. ബഷീർ എഴുതിയ കവിത ഏതാണ്? ഉത്തരം അനശ്വര പ്രകാശം. ബഷീർ എന്ന വികാരം തലമുറകൾക്ക് ശേഷവും മനസ്സുകളിൽ ആർദ്രമായി നിലനിൽക്കുന്നു. ഒരു തടാകത്തിലെ സ്വച്ഛമായ പ്രവാഹം പോലെ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ഒഴുകുന്നു. ഉപ്പുപ്പാന്റെ കുയ്യാനകൾ എന്ന ബഷീർ വിമർശന കൃതി മറുപടിയായി വന്ന പുസ്തകമാണ് ബഷീറിന്റെ ഐരാവതങ്ങൾ. പുസ്തകത്തിന്റെ എഡിറ്റർ കുറിച്ച വാക്കുകളാണ് മുകളിൽ പറഞ്ഞത്. ആരായിരുന്നു ആ എഡിറ്റർ? ഉത്തരം EM അഷറഫ്. ബഷീർ 100 ചിത്രങ്ങൾ, ബഷീർ ചായയും ഓർമ്മയും എന്നീ പുസ്തകങ്ങൾ രചിച്ച ആൾ ബഷീറിന്റെ അപൂർവങ്ങളായ ജീവിത സന്ദർഭങ്ങൾ ക്യാമറയിൽ പകർത്തിയ ഫോട്ടോഗ്രാഫർ കൂടിയാണ്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര്? ഉത്തരം പുനലൂർ രാജൻ. ഒറ്റക്കണ്ണൻ പോക്കർ, പോക്കറ്റടിക്കാരൻ മുത്തപ്പ, പൊൻകുരിശ് തോമ, ആനവാരി രാമൻ നായർ ഇതൊന്നും അപേക്ഷാസ്വരത്തിൽ പറയുന്നതല്ല, അവരുടെ വിവരണവുമായി തീർന്നിരിക്കുകയാണ്. ഞാൻ മുത്തപ്പയുടെയും സൈനബയുടെയും പ്രേമസല്ലാപം ഒന്നും ഇതിലില്ല. തല തോർത്തി മുണ്ടുമാറ്റ് പനി പിടിക്കും. ഈ ശാസനയും അഭിപ്രായ പ്രകടനത്തിലും അയാളുടെ പ്രണയം മുഴുവൻ അടങ്ങിയിട്ടുണ്ട്. ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന കൃതിയെ ഇങ്ങനെ വിലയിരുത്തിയത് ആരാണ്? ഉത്തരം K. കേളപ്പൻ. മലയാളത്തിലെ ഏറ്റവും നോൺ കോൺഷ്യസ് എഴുത്തുകാരനാണ് ബഷീർ. ബഷീറിന്റെ പ്രശസ്തമായ ഒരു കഥ വിലയിരുത്തിയാണ് കൽപ്പറ്റ നാരായണൻ ഇങ്ങനെ പറഞ്ഞത്. ഏതാണ് ആ കഥ? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. മനുഷ്യത്വം നശിപ്പിച്ച് മൃഗീയത്തിലേക്കും ദാരിദ്ര്യത്തിലേക്കും വഴി തെളിയിക്കുന്ന ഈ വിദ്യാഭ്യാസ രീതിയിൽ വിപ്ലവകരമായ ഒരു പരിവർത്തനം വരുത്തേണ്ടതാണ്. ഇനിയും തുടർന്നു പോകുന്ന പക്ഷം സ്കൂളുകളും കോളേജുകളും ഞങ്ങൾ തീവച്ച് നശിപ്പിച്ച് കളയുന്നതാണ്. ബഷീർ 1939 ഇങ്ങനെ എഴുതിയ ഈ കഥയിലെ അധ്യാപകൻ ഇങ്ങനെ എഴുതി അയക്കുക മാത്രമല്ല, ചെറുപ്പക്കാരെ കൂട്ടി സ്കൂളുകൾ കത്തിച്ച് ജയിലിൽ ആവുകയും ചെയ്തു. എന്താണ് ആ കഥയുടെ പേര്? ഉത്തരം അധ്യാപകൻ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാര്യയായ ഫാബി ബഷീറിന്റെ എടിയെ എന്ന രചനയിൽ സഹായിച്ച വ്യക്തി ആരാണ്? ഉത്തരം താഹ മാടായി. ഉമ്മ ഞാൻ ഗാന്ധിയെ തൊട്ടു. ബഷീറിന്റെ ഈ വാക്യം പ്രശസ്തമാണല്ലോ. ഹെഡ് മാസ്റ്ററുടെ കർശന നിർദ്ദേശം വകവയ്ക്കാതെ പോയ ബഷീർ ഗാന്ധിജിയെ തൊട്ടത് ഗാന്ധിജി ഏത് സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ്? ഉത്തരം 1924 വൈക്കം സത്യാഗ്രഹം. സാഹിത്യത്തിലെ ആധുനികതയുടെ ശബ്ദം എന്നറിയപ്പെട്ട ബഷീർ കൃതി ഏതാണ്? ഉത്തരം ശബ്ദങ്ങൾ. ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിന്റെ പേര് എന്താണ്? ഉത്തരം കടുവാക്കുഴി. മനുഷ്യകുലത്തേക്കാൾ മഹോന്നത സൃഷ്ടിവിശേഷണങ്ങളിൽ ആയിരിക്കുമല്ലോ വൃക്ഷങ്ങൾ. ശെങ്കടമുങ്കലിലെ ബഷീറിന്റെ രചന അവസാനിക്കുന്നതും ആരംഭിക്കുന്നതും ഈ വാക്കിൽ നിന്നാണ്. പ്രകൃതി സ്നേഹത്തിന്റെ മഹാത്മഗാഥയായ ഈ രചനയുടെ പേരെന്താണ്? ഉത്തരം വൃക്ഷങ്ങൾ. ബഷീർ അന്തരിച്ച വർഷം? ഉത്തരം 1994 ജൂലൈ 5. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏതാണ്? ഉത്തരം പ്രേം പാറ്റ. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി ഏതാണ്? ഉത്തരം യാ ഇലാഹി.